കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം നീളുകയാണ്. ബംഗളൂരുവിലുള്ള കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഡൽഹിയിൽ മടങ്ങിയെത്തിയ ശേഷമേ അവസാനവട്ട ചർച്ചകൾ നടക്കുകയുള്ളൂ. ഹൈക്കമാൻഡ് തീരുമാനം വൈകുന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് KCRC VD ക്യാമ്പുകൾ. ബി ബാലഗോപാലും അമൽ തേനമ്പറമ്പിലും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. അമൽ, ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യം അമലിലേക്കാണ്. അമൽ, നമ്മൾ ഈ രാഷ്ട്രീയ കാര്യം കുറേ ദിവസമായി ചർച്ച ചെയ്യാൻ തുടങ്ങി. ചേർക്കോണസ്വാമി എന്ന് തേങ്ങയുടയ്ക്കും, ഇതാണ് നമുക്കറിയേണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം തിരഞ്ഞ് നമ്മളിപ്പോൾ ഒരാഴ്ച എത്തുകയാണ്. ഈ ഒരാഴ്ച എത്തുമ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വേഗത്തിലെടുക്കാവുന്ന ഒരു തീരുമാനം. തമിഴ്നാട്ടിലാണെങ്കിൽ ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാരാണ് ഉള്ളത്. ഭൂരിപക്ഷം തെളിയിക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു. ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അവിടെ ഒരു സർക്കാരുണ്ടായി, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ നമ്മുടെ കാര്യം അതല്ല. നമുക്ക് നമ്മുടെ നാട്ടിലെ UDF സർക്കാരിനാണെങ്കിൽ അധികാരത്തിലെത്താൻ പോകുന്ന സർക്കാരിന് ആവശ്യത്തിലധികം വരുന്ന ഭൂരിപക്ഷമുണ്ട്. പക്ഷേ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രി ആരെ എന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഗവർണറെ കാണാൻ ഒരാൾക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനത്തെ പ്രതിസന്ധി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് എങ്കിൽ ഇന്ന് തീരുമാനം വരുമെന്ന കാര്യത്തിൽ പോലും ഒരു ഉറപ്പില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. നേരത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെല്ലാം പൂർത്തിയാക്കിയതാണ്. നേതാക്കളെല്ലാം നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. KC വേണുഗോപാൽ മാത്രമാണ് ഡൽഹിയിൽ പിന്നീടും തുടർന്നത്. രമേശ് ചെന്നിത്തല ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. അങ്ങനെ അതിന് മുൻപത്തെ ദിവസങ്ങളിൽ, ഈ ചർച്ച പൂർത്തിയായ ദിവസങ്ങളിൽ തന്നെ VD സതീശനും സണ്ണി ജോസഫും മടങ്ങിയതാണ്. ബാക്കി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് എന്തുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ കടുത്ത സമ്മർദ്ദം ഹൈക്കമാൻഡിന് മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനുത്തരം. ഈ പറയുന്ന നാട്ടിലുണ്ടായ പ്രതിഷേധങ്ങൾ അത് കണക്കിലെടുക്കാതിരിക്കാൻ ഹൈക്കമാൻഡിന് കഴിയില്ല. അതോടൊപ്പം തന്നെ MLA മാരുടെ മൃഗീയമായ പിന്തുണയുള്ള KC വേണുഗോപാലിനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. മുതിർന്ന നേതാവെന്ന പരിഗണന രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെ എല്ലാം കൂടി നൽകി എല്ലാവർക്കും ഒരേ പരിഗണന കൊടുക്കണമെങ്കിൽ അമൽ മിക്കവാറും ടേം വ്യവസ്ഥയിൽ തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതായി വരുമെന്ന് തോന്നുന്നു. ടേം വ്യവസ്ഥയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ 3 പേർക്കും തൃപ്തിപ്പെടുന്ന തരത്തിലൊരു സെറ്റിൽമെന്റ് വേണ്ടിവരും. ഒരു സമവായ ഫോർമുല ഉണ്ടാകേണ്ടി വരും. ഈ മന്ത്രിസഭയുടെ ഭാഗമായി ഇവർ ഇരിക്കുകയാണെങ്കിൽ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലെയുള്ള സ്ഥാനങ്ങളോ ഒക്കെ സൃഷ്ടിച്ച് അവരെ അവിടേക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിൽ ഭരണമില്ലാതിരിക്കുന്നതിനാൽ അല്ലെങ്കിൽ പിന്നെ ഗവർണറാക്കിയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിടാമായിരുന്നു. അതൊക്കെയായിരുന്നു പഴയ ശീലം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കേന്ദ്രത്തിൽ ഭരണമില്ല. അതിനാൽ തന്നെ അങ്ങനത്തെ സെറ്റിൽമെന്റ് ഒന്നും നടക്കുകയുമില്ല. പിന്നീട് എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനുള്ളത്. പ്രവർത്തകരെന്തായാലും അസ്വസ്ഥരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമല്ല പൊതുജനങ്ങളും അസ്വസ്ഥരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എത്രയും പെട്ടെന്ന് ഒരു ഭരണമാറ്റം പ്രതീക്ഷിച്ച് വോട്ട് ചെയ്ത ജനങ്ങളുണ്ട്. അവരെ നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക എന്നത്. ഏതായാലും അമൽ, നമുക്ക് രാജ്യ തലസ്ഥാനത്ത് നിന്ന് ബി ബാലഗോപാൽ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി. നമ്മൾ ഈ ഉറ്റുനോക്കുന്നത് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ്. അവിടെ നിന്നാണ് അവസാന തീരുമാനം വരേണ്ടത് എന്നതുകൊണ്ടാണ്. അവിടുത്തെ ഒരു അലയൊലികൾ, തീരുമാനങ്ങൾ, ഓളം എന്തൊക്കെയാണ് ബാലഗോപാൽ? ഈ മുഗൾ പരപ്പിൽ യാതൊരു തരത്തിലുള്ള ഓളവുമില്ല. കാരണം ഈ തീരുമാനം എപ്പം വരുമെന്ന് ആർക്കും ഒരു ധാരണയുമില്ല. ആരോട് ചോദിച്ചാലും നാളെയാണ് എന്ന് പറയുന്നതല്ലാതെ ഇത് എപ്പോൾ ഉണ്ടാകുമെന്നതിനെ സംബന്ധിച്ച് ഒരു വിവരവും ആർക്കുമില്ല. ഇന്ന് രാവിലെ ഞാൻ ചിലരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് മല്ലികാർജ്ജുന ഖാർഗെ തിരികെ വരട്ടെ, തിരികെ വന്നതിന് ശേഷം ഈ ചർച്ചകൾ പുനരാരംഭിക്കും, അപ്പോൾ മാത്രം അത് കഴിഞ്ഞാൽ ഉടൻ വേഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, മല്ലികാർജ്ജുന ഖാർഗെ എപ്പോൾ വരും? അതിനും ഉത്തരം നാളെയാണ്, ചിലപ്പോൾ ഇന്ന് വൈകിട്ടും വരാം എന്ന് പറയുന്നതല്ലാതെ ഈ ഒരു കൃത്യമായൊരു കോൺക്രീറ്റ് ഉത്തരം ഇതിന് നൽകുവാൻ വേണ്ടി ആർക്കും കഴിയുന്നില്ല എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. പക്ഷേ ഇതിനിടയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഈ നേതൃത്വത്തിലുള്ള പലരും പറയുന്നത് ഈ ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസം ഈ ഫ്ലെക്സി യുദ്ധവും അതുപോലെ തന്നെ പ്രകടനവും ഒക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത് ഏറെക്കുറെ അവസാനിച്ചു എന്ന് തന്നെയാണ് ഈ ദീപാദാസ് മുൻഷി ഇന്നലെ വൈകിട്ട് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ കേരളത്തിൽ സ്ഥിതിഗതികൾ ഏറെക്കുറെ അണ്ടർ കൺട്രോൾ അഥവാ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ഈ പ്രത്യക്ഷമായ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധങ്ങളൊന്നും അല്ലെങ്കിൽ പരസ്പരമുള്ള പോർവിളികളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ ചില ഭാഗങ്ങളിൽ നിന്ന്, ചില കോണുകളിൽ നിന്ന് ഇപ്പോഴും ഈ PR പണികളും മറ്റും നടക്കുന്നുണ്ട്. അത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുള്ള സർവേകൾ, അതുപോലെ തന്നെ
ഈ എതിർപക്ഷത്തുള്ളവർക്ക് എതിരായുള്ള ഈ ഭീഷണി സന്ദേശങ്ങൾ അത് പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല, അല്ലാത്തവരെ കൊണ്ട് അത്തരം ഈ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനും അറിയാം. അപ്പോൾ ഈ മുൻ അവസ്ഥയെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവുണ്ട്. ഒരുപക്ഷെ അത് ഇന്ന് വൈകിട്ടോടു കൂടിയൊക്കെ ആകുമ്പോൾ പൂർണ്ണമായും തന്നെ അവസാനിക്കും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ അതിന് കൃത്യമായ സമയം ആർക്കും ഒരു തിട്ടമില്ല എന്നതാണ് ഒരു വസ്തുത. 3 പേർക്കും അമിക്കബിളായ അല്ലെങ്കിൽ 3 പേർക്കും സ്വീകാര്യമായ ഒരു ഫോർമുല ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയും. അത് 3 പേരും അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ഹൈക്കമാൻഡിന് അല്ലെങ്കിൽ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട 3 പേർക്കും സ്വീകാര്യമായ ഒരു സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് അത് ഏത് തരത്തിലായിരിക്കും? ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും പദവികളും കൊടുക്കേണ്ടതുണ്ട്. ഇനി അതിനായി ഒരു പദവിയൊക്കെ നിർണ്ണയിക്കപ്പെടേണ്ടതുണ്ടോ, അതോ ഈ ഉള്ള പദവികളിൽ ഏതായിരിക്കും വീതിച്ച് നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതൊരു ഭാരിച്ച ജോലി തന്നെയാണ്.